ഓക്കെ, നമ്മൾ ഇന്നലെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ PYQ നോക്കിയിരുന്നു. ഇന്ന് വേറൊരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ക്വസ്റ്റ്യൻ കോഡ് 03023M. ഈ ക്വസ്റ്റ്യനിലെ 81ഉം 82ഉം ഫൈനൽ ആൻസർ കീ പ്രകാരം ക്യാൻസൽ ചെയ്തതാണ്. അപ്പം ഈ 83ാമത്തെ ക്വസ്റ്റ്യൻ തൊട്ട് നോക്കാം. തടവ് ശിക്ഷ അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ പഠനാവശ്യത്തിനായി മോചിപ്പിക്കുന്നതിന് സർക്കാരിന് അധികാരം നൽകുന്ന ക്രിമിനൽ നടപടി ചട്ടം ഏതാണ്? ഓപ്ഷൻസ് എ 432(6), ബി 334(a), സി 294(b), ഡി ഇതൊന്നുമല്ല. അതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, 432(6). ഇനി അടുത്ത ക്വസ്റ്റ്യൻ 84, അതും ഫൈനൽ ആൻസർ കീ പ്രകാരം ക്യാൻസൽ ചെയ്തതാണ്. ഇനി 85 നോക്കാം. ശിക്ഷാപ്രതികളുടെ അകാല വിടുതൽ ശുപാർശ ചെയ്യുന്നതിനുള്ള ഉപദേശക സമിതിയുടെ ചെയർമാൻ ആരാണ്? ഓപ്ഷൻസ് എ ജില്ലാ സെഷൻസ് ജഡ്ജ്, ബി ജയിൽ സൂപ്രണ്ട്, സി ജില്ലാ കളക്ടർ, ഡി ജയിൽ വകുപ്പ് മേധാവി. ആൻസർ വരുന്നത് ഡി ആണ്, ഡി, ഓപ്ഷൻ ഡി, ജയിൽ വകുപ്പ് മേധാവി. ഇനി 86 നോക്കുന്നത്. 1993 മനുഷ്യാവകാശ നിയമം അനുസരിച്ച് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നതെന്ന്? ഓപ്ഷൻസ് എ 1993 ഒക്ടോബർ 12, ബി 1993 ജനുവരി 23, സി 1994 ജനുവരി 23, ഡി 1993 ഡിസംബർ 10. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, 1993 ഒക്ടോബർ 12. ക്വസ്റ്റ്യൻ 87 നോക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കാനുള്ള അധികാരം ആർക്കാണ്? ഓപ്ഷൻസ് എ രാഷ്ട്രപതി, ബി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, സി പ്രധാനമന്ത്രി, ഡി മാനവ വിഭവശേഷി വകുപ്പ് മന്ത്രി. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, രാഷ്ട്രപതി. ഇനി 88 നോക്കാം. താഴെ പറയുന്നതിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഒഫീഷ്യോ മെമ്പർ അല്ലാത്തത് ആര്? ഓപ്ഷൻസ് എ ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ, ബി കേന്ദ്ര നിയമവകുപ്പ് മന്ത്രി, സി ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ, ഡി ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ. ഉത്തരം വരുന്നത് ബി ആണ്, കേന്ദ്ര നിയമവകുപ്പ് മന്ത്രി. ഓപ്ഷൻ ബി ആണ് വരുന്നത്, കേന്ദ്ര നിയമവകുപ്പ് മന്ത്രി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഒഫീഷ്യോ മെമ്പർ അല്ലാത്തത് ഓപ്ഷൻ ബി, കേന്ദ്ര നിയമവകുപ്പ് മന്ത്രി. ഇനി ക്വസ്റ്റ്യൻ 89 നോക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആര്? ഓപ്ഷൻസ് എ ഉപരാഷ്ട്രപതി, ബി ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, സി പ്രധാനമന്ത്രി, ഡി ഇതൊന്നുമല്ല. ആൻസർ വരുന്നത് സി ആണ്, ഓപ്ഷൻ സി, പ്രധാനമന്ത്രി. 90ാമത്തെ ക്വസ്റ്റ്യൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ മുഖ്യ കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ? ഓപ്ഷൻ എ സെക്രട്ടറി ജനറൽ, ബി അധ്യക്ഷൻ, സി കമ്മീഷണർ, ഡി ഉപാധ്യക്ഷൻ. ആൻസർ ഓപ്ഷൻ എ ആണ്, സെക്രട്ടറി ജനറൽ. 91 ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ മുഖ്യ വിവരാവകാശ കമ്മീഷണർ? ഓപ്ഷൻസ് എ സുഷമ സിംഗ്, ബി ദീപക് സന്ധു, സി പൂർണിമ അദ്വാനി, ഡി സുഷമ സ്വരാജ്. ആൻസർ ഓപ്ഷൻ എ, സുഷമ സിംഗ്. ഇനി ക്വസ്റ്റ്യൻ 92 നോക്കാം. വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലുള്ളവർ നൽകേണ്ട ഫീസ്? ഓപ്ഷൻസ് എ 100 രൂപ, ബി 150 രൂപ, സി 50 രൂപ, ഡി ഇതൊന്നുമല്ല. ഉത്തരം ഡി ഇതൊന്നുമല്ല. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 93. ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം താഴെ പറയുന്നതിൽ ഏതാണ്? ഓപ്ഷൻസ് എ മനുഷ്യാവകാശ നിയമം, ബി ബാലാവകാശ നിയമം, സി വിവരാവകാശ നിയമം, ഡി ബാലവേല നിരോധന നിയമം. ആൻസർ ഓപ്ഷൻ സി ആണ്, വിവരാവകാശ നിയമം. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 94. വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി ആര്? ഓപ്ഷൻസ് എ KR നാരായണൻ, ബി പ്രണബ് കുമാർ മുഖർജി, സി APJ അബ്ദുൽ കലാം, ഡി ഇവരാരുമല്ല. ആൻസർ ഓപ്ഷൻ സി ആണ്, APJ അബ്ദുൽ കലാം.
ഇനി അടുത്തത് 95ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും നിയമിക്കുന്നത് ആര്? ഓപ്ഷൻസ്: എ രാഷ്ട്രപതി, ബി പ്രധാനമന്ത്രി, സി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, ഡി ഇവരാരുമല്ല. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, രാഷ്ട്രപതി. ഇനി ക്വസ്റ്റ്യൻ 96 നോക്കാം. മനോവിശ്ലേഷണ സിദ്ധാന്തം വിശദീകരിച്ചത് ആരാണ്? ഓപ്ഷൻസ്: എ ഗാർഡനർ, ബി ഫ്രോയിഡ്, സി ആൽപോർട്ട്, ഡി ബിനെ. 96 ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഫ്രോയിഡ്. ഇനി ക്വസ്റ്റ്യൻ 97 നോക്കാം. താഴെ പറയുന്നതിൽ ദൃശ്യസ്ഥലകാല ബുദ്ധി, സ്പേഷ്യൽ ബുദ്ധി കൂടുതലായുള്ളത് ആർക്കാണ്? ഓപ്ഷൻസ്: എ ശില്പികൾ, ബി എഴുത്തുകാർ, സി സംഗീതജ്ഞർ, ഡി രാഷ്ട്രീയക്കാർ. അതിന് ആൻസർ ഓപ്ഷൻ എ ആണ്, ശില്പികൾ. ഓപ്ഷൻ എ ശില്പികൾ. 98 ഭൂകമ്പം, മലിനീകരണം തുടങ്ങിയവ ഏത് സമ്മർദ്ദത്തിന് ഉദാഹരണമാണ്? ഓപ്ഷൻസ്: എ ശാരീരികം, ബി മാനസികം, സി പാരിസ്ഥിതികം, ഡി ആന്തരികം. 98 ഓപ്ഷൻ ഇ ആണ് ആൻസർ, പാരിസ്ഥിതികം. ക്വസ്റ്റ്യൻ 99 ലക്ഷ്യം നേടിയെടുക്കുന്നതിൽ തടസ്സം നേരിടേണ്ടി വരുമ്പോൾ ഡാഷ് ഉണ്ടാകുന്നു? ഓപ്ഷൻസ്: എ സംയോജനം, ബി ഉത്കണ്ഠ, സി അഭിപ്രേരണ, ഡി ഇച്ഛാഭംഗം. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഇച്ഛാഭംഗം. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ബാഹ്യമായ ബഹുമതികൾക്ക് വേണ്ടി അല്ലാതെ വ്യക്തിപരമായ താല്പര്യം കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എല്ലാം ഏത് തരം അഭിപ്രേരണയ്ക്ക് ഉദാഹരണമാണ്? ഓപ്ഷൻസ്: എ ബാഹ്യ അഭിപ്രേരണ, ബി ആന്തരിക അഭിപ്രേരണ, സി അധികാര അഭിപ്രേരണ, ഡി അംഗീകാര അഭിപ്രേരണ. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ആന്തരിക അഭിപ്രേരണ. അപ്പോൾ 20 ക്വസ്റ്റ്യൻ ആൻസർ ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. നമുക്ക് വേറൊരു സെറ്റ് ആയിട്ട് അടുത്ത ക്ലാസ്സിൽ വരാം. താങ്ക് യു.